inner transition elements. They are otherwise known as F-block elements. അപ്പോൾ നമുക്ക് അറിയാം എന്താണ് F-block elements എന്ന് പറഞ്ഞാൽ. They are the elements in which the last or distinguishing electron enters an F orbital of the anti-penultimate shells of their atoms. അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ആൻറ്റി പെനൾട്ടിമേറ്റ് എഫ് സബ് ഷെല്ലാണ് N-2F orbital. These are commonly referred to as inner transition elements. Most of the naturally occurring as well as man-made radioactive elements belongs to this class. അപ്പോൾ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയാൻ കാരണം തന്നെ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ദേ ആർ നോൺ ആസ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. These are the elements in which 4f and 5f orbitals are progressively filled and hence there are two series. അതായത് 4f സബ് ഷെല്ലും 5f സബ് ഷെല്ലുമാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ തന്നെ രണ്ട് സീരീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. The 14 elements following lanthanum called lanthanides or lanthanoids and the 14 elements following actinium called actinides or actinoids. ഇപ്പോൾ രണ്ട് കാറ്റഗറിയാണ് പറയുന്നത്, ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ലന്താനത്തിന് ശേഷം വരുന്ന ലാന്തനൈഡ്സും ആക്ടീനിയത്തിന് ശേഷം വരുന്നത് ആക്ടിനൈഡ്സും ആണ്. സിൻസ് ലന്താനം ക്ലോസ്ലി റിസംബിൾസ് ദ ലാന്തനൈഡ്സ് ഇറ്റ് ഈസ് ഓൾസോ യൂഷ്വലി ഇൻക്ലൂഡഡ് ഇൻ എനി ഈ ലാന്തനൈഡ് സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ലന്താനം. ജനറൽ സിംബൽ Ln ഈസ് ഓഫൻ യൂസ്ഡ് ഫോർ ലാന്തനൈഡ്സ്. Similarly, actinium also closely resembles with the actinides. That is why the, actinium also included in the actinide series. The lanthanides resemble the transition elements in many of their characteristics. However, lanthanides resembles one another more closely than do the members of ordinary transition elements in any series. അതായത് ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസിനോട് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സിനോട് കുറേ സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട് ലാന്തനൈഡ്സ്. എന്നാലും അതിനേക്കാൾ കൂടുതലായിട്ട് അവരുടെ മെമ്പേഴ്സ് തമ്മിലുള്ള സിമിലാരിറ്റിയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ദേ ഹാവ് ഓൺലി വൺ സ്റ്റേബിൾ കോമൺ ഓക്സിജൻ സ്റ്റേറ്റ്, നെയിംലി +3 ഓക്സിജൻ സ്റ്റേറ്റ് ആണ് അവർ കൂടുതൽ കോമൺ ആയിട്ട് കാണിക്കുന്ന ഓക്സിജൻ സ്റ്റേറ്റ്. ദ ഓൺലി വൺ സ്റ്റേബിൾ ഓക്സിജൻ സ്റ്റേറ്റ്. The similarity in their chemistry and reactivity probably arises from the fact that the differentiating electrons are filled deep inside the atom in the 4f subshell and without altering their outer arrangement. This similarity in their chemistry makes their separation from mixtures quite difficult. അതായത് ഈ ഈ ലാന്തനൈഡ് എലമെൻറ്റ്സ് ലാന്തനൈഡ്സിൻ്റെ വെച്ചെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് സിമിലർ ആവാതെ ഓരോ മെമ്പേഴ്സിൻ്റെയും കെമിസ്ട്രിയും അതുപോലെ റിയാക്ടിവിറ്റിയും ഒരേപോലെ ആവാനുള്ള കാരണം എന്താ വെച്ചെങ്കിൽ ദ ഡിഫറൻഷിയേറ്റിംഗ് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഡീപ്പ് ഇൻസൈഡ് ദ ആറ്റം ഇൻ ദ 4f സെക്ഷൻ. അതായത് ഡിഫറൻഷിയേറ്റിംഗ് ഇലക്ട്രോൺ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലായിട്ടുള്ള 4f ഇൻ ദ കേസ് ഓഫ് ലാന്തനൈഡ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ടർ അറേഞ്ച്മെൻറ്റ് അതിൻ്റെ ഔട്ടർ ഷെല്ലുള്ള ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻറ്റിനൊന്നും വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള പ്രോപ്പർട്ടീസ് ഓരോ മെമ്പേഴ്സിൻ്റെയും കെമിസ്ട്രി അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ടിവിറ്റിയും സെയിം ആയിരിക്കും, പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മെമ്പേഴ്സിനെ നമുക്ക് ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഈ ലാന്തനൈഡ്സിൽ 14 എലമെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഡ്യൂ ടു ദ സിമിലാരിറ്റി ഇൻ ദർ പ്രോപ്പർട്ടീസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു സെപ്പറേറ്റ് ദം. അവരുടെ മിക്സ്ചറും തന്നു കഴിഞ്ഞാൽ അതിന് അവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൾട്ട് ബിക്കോസ് ഓഫ് ദ സിമിലാരിറ്റി ഇൻ ദർ പ്രോപ്പർട്ടീസ്. In the case of actinides, they are much more complicated. This is partly due to the more extensive variables valence that they exhibit and the occurrence of a wide range of oxygen states. Further, the radioactivity necessitates spectrum methods for അതായത് ആക്ടിനൈഡ്സ് ആയിരിക്കും കൂടുതലും റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടാവുക. അതിൻ്റെ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി പറഞ്ഞാൽ ഒന്നും കൂടി മോർ കോംപ്ലിക്കേറ്റഡ് ആണ് ബിക്കോസ് ദ ലാസ്റ്റ് ഇലക്ട്രോൺസ് വിൽ എൻ്റർ ഇൻ ടു ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ലാന്തനൈഡ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുകയാണെങ്കിൽ Xe4f2 Xe5d1
5d1 6s2. അതായത് ലന്ധാനത്തിൻ്റെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും കോൺഫിഗറേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ലന്ധാനാണെങ്കിൽ 57 ആണ് അറ്റോമിക് നമ്പർ. സിനാൻ 5d1 6s2. സീറിയ ആണെങ്കിൽ 4f. ലന്ധാനത്തിന് നമുക്കറിയാം 4f ഇലക്ട്രോണിൽ എൻട്രി ചെയ്യുന്ന 4f സബ്ഷനിൽ ഫില്ലിങ് നടക്കുന്നില്ലെങ്കിലും ലന്ധാനത്തിന് നമ്മൾ ലാന്തനൈഡ്സിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ ലന്ധാനത്തിൽ നിന്ന് 3 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ Xe4f അതിന് 4f ഇലക്ട്രോണിൽ ഫില്ലിങ് നടക്കും. സീറിയത്തിൻ്റെ കേസാണെങ്കിൽ Xe4f1 5d1 6s2. പ്രസിഡൈമി ആണെങ്കിൽ Xe4f3 6s2. അങ്ങനെ കോൺഫിഗറേഷൻ പ്രൊമിത്തീഷ്യം, സമേറിയം, യൂറോപ്യം, ഗഡോലീനിയം, ടെർബിയം, ഡിസ്പോസിയം, ഹോൾമിയം, എർബിയം, തൂലിയം, ടെർബിയം, ലുട്ടീഷ്യം, അങ്ങനെ ലന്ധാനം ടു ലുട്ടീഷ്യമുള്ള എലമെൻസിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് ആണ് ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, atomic and ionic size. Atomic and ionic size. There occurs a general decrease with some irregularities. ജനറൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് സൈസ്, അയണിക് സൈസ് ഡിക്രീസ് ചെയ്യാനുള്ളതാണ് ജനറൽ ട്രെൻഡ്. എന്നാലും ആ ഡിക്രീസിങ്ങിൽ തന്നെ ഒരു റെഗുലർ ഡിക്രീസ് നമുക്ക് കാണാൻ പറ്റില്ല. ദർ ഈസ് സം ഇറഗുലാരിറ്റീസ് ഇൻ ദ ഡിക്രീസ് ഇൻ ദർ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയെ, ആൻഡ് ദിസ് ഈസ് ഡ്യൂ ടു എ ഫിനോമിനൻ നോൺ ആസ് ലാന്തനൈഡ് കൺട്രാക്ഷൻ ഓർ ലാന്തനോയിഡ് കൺട്രാക്ഷൻ. അപ്പോൾ നമുക്ക് എന്താണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ നോക്കാം. The overall decrease in the atomic radii as well as ionic radii on moving from left to right across the lanthanide series is called lanthanide contraction or lanthanoid contraction. Okay, അതിനാണ് from lanthanum to lutetium. It can be seen that decreasing size in the case of ions ന്റെ കേസിലാണെങ്കിൽ La3+2 Lu3+, അത് 3+ ആണ് കോമൺ ഓക്സിജൻ സ്റ്റേറ്റ്. The decrease in the atomic in ionic radius is seen for lanthanum to lutetium. But this decrease is not at all regular. There is some irregularities is observed. In the case of lanthanum, ലന്ധാനത്തിൻ്റെ കേസിൽ ആറ്റത്തിൻ്റെ കേസിൽ 187 ആണ് അറ്റോമിക് റേഡിയസ്. അതിൻ്റെ അയോണിക് റേഡിയസ് പറഞ്ഞാൽ 106 ആണ്. സീറിയ ആണെങ്കിൽ 183. പ്രൊമിത്തീഷ്യൻ അറ്റോമിക് റേഡിയസ് 182. ആ ഡിക്രീസ് നിങ്ങൾക്ക് കാണാം. യൂറോപ്യ ആണെങ്കിൽ നോക്കൂ 199 ആണ്. പിന്നെ 180, 170. ഒരു ജനറൽ ട്രെൻഡ് ഡിക്രീസ് ആണെങ്കിൽ തന്നെ ലന്ധാനത്തിന് 187, ലുട്ടീഷ്യത്തിന് 172. അപ്പോൾ ഫ്രം ലന്ധാനം ടു ലുട്ടീഷ്യൻ നമുക്ക് ജനറൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് അറ്റോമിക് റേഡിയസ് ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ബട്ട് it is found that the decrease is not at all regular. It is not a regular manner. There is some irregularities observed, and this due to a phenomenon known as lanthanide contraction. ഇപ്പോൾ അയണിക് റേഡിയസ് നോക്കൂ, ലന്ധാനം La3+ 106 ആണ്, ലുട്ടീഷ്യം Lu3+ 85 ആണ്. എന്നിരുന്നാലും നമ്മൾ ഈ ടേബിൾ കൂടെ നോക്കുമ്പോൾ ഡിക്രീസ് ഈസ് നോട്ട് റെഗുലർ. ദർ ഈസ് സം ഇൻക്രീസ് ഓർ ഡിക്രീസ് ഈസ് ഒബ്സർവ്. 106 103 ആണെങ്കിലും 96, 95, 94, 92 ഒരു സം ഇറഗുലാരിറ്റീസ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ കേസ് ഓഫ് decreasing atomic and ionic radii. This is due to a phenomenon called lanthanide contraction. What is the cause of lanthanide contraction? എന്താണ് lanthanide contraction ഉണ്ടാവാൻ കാരണം? As the nuclear charge increase in each step across the lanthanide series, the electron added to goes to fill the 4f orbital. The 4f orbital constitutes inner energy levels and their shapes are more diffuse, very diffused. So the 4f electrons are therefore not able to screen the nucleus as effectively as those in more localized inner subshells. As in fact, the shielding effect produced by 4f electrons in even or less than that produced by the d electrons in the transition series. This means that 4f ഇലക്ട്രോൺ ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പ് കുറച്ച് ഡിഫ്യൂസ് ആണ്. അപ്പോൾ ഇന്നർ സബ്ഷെല്ലും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആഡ് ചെയ്യപ്പെടുന്ന, അതായത് 4f ഉള്ള ഇലക്ട്രോൺസ് ഷീൽഡ് ചെയ്യുന്നില്ല എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. അതായത് മറ്റ് ഔട്ടർ ഷെല്ലിൽ ഇലക്ട്രോൺസ് ചെയ്യുന്ന പോലെ ഷീൽഡിങ് 4f ഇലക്ട്രോൺസ്
സ്ക്രീൻ ചെയ്യാൻ പറ്റുന്നില്ല ന്യൂക്ലിയസിനെ എഫക്റ്റീവ്ലി ആസ് ദോസ് ഇൻ ദ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോൺസിൻ്റെ ഈ നമുക്കറിയാം ന്യൂക്ലിയസും അതുപോലെ തന്നെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാകും, അതായത് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. അതുകൊണ്ടാണ് സയൻസ് പറയാൻ കാരണം. അതായത് ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടും ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടുമ്പോൾ ന്യൂക്ലിയസ് ഇലക്ട്രോൺസിനെ വിൽ അട്രാക്ട് ഇലക്ട്രോൺസ് മോർ ക്ലോസ്ലി ടുവേഴ്സ് ഇറ്റ്. ദാറ്റ് ഈസ് വൈ സൈസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ബട്ട് ഈ സ്ക്രീനിങ് ഇഫക്റ്റ് പറഞ്ഞ ഒരു ഫിനോമിന നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇന്നർ ഷെല്ലിലെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനെ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ അട്രാക്ഷന് പ്രിവെൻറ്റ് ചെയ്യും, അതിന് സ്ക്രീൻ ചെയ്യും. അതിനാണ് സ്ക്രീനിങ് ഇഫക്റ്റ് ഓർ ഷീൽഡിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫോർ ഓഫ് ഇലക്ട്രോൺസിന് പുവർ ഷീൽഡിങ് ഇഫക്റ്റ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റെഗുലർ ആയിട്ടുള്ള ഡിക്രീസ് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അത്രത്തോളം ഈ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഈ ഫോർ ഓഫ് ഇലക്ട്രോൺസിനെ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഒരു റെഗുലർ മാനറിലായിരിക്കില്ല ഉണ്ടാവുക ഈ ലാന്തനൈഡ് കോൺട്രാക്ഷൻ കാരണം. അതുപോലെ തന്നെ മ്യൂച്വൽ ഷീൽഡിംഗ് ഓഫ് ഫോർ ഓഫ് ഇലക്ട്രോൺസ്, ദാറ്റ് ഷീൽഡിംഗ് ഓഫ് ഫോർ ഓഫ് ഇലക്ട്രോൺസ് വൺ അനദർ is very imperfect due to more diffuse shapes of the orbital. Consequently, as the nuclear charge increases in each step, effective nuclear charge and the nuclear pull experienced by the four of electrons also increase in each step, so cause reduction in size. അതായത് ഈ ഫോർ ഓഫ് ഇലക്ട്രോൺസുകൾ തമ്മിൽ ഫോർ ഓഫ് ഷെൽ ഇലക്ട്രോൺസ് വൺ അനദർ അവർ തമ്മിലുള്ള ഷീൽഡിങ്ങും നടക്കില്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഡിഫ്യൂസ് ഷേപ്പ് ആവുക കാരണം. അപ്പോൾ സ്ക്രീനിങ് എഫക്റ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് വിൽ എക്സ്പീരിയൻസ് മോർ ന്യൂക്ലിയർ ചാർജ് ഫ്രം ദ ന്യൂക്ലിയസ്. അതുകൊണ്ട് തന്നെ സൈസ് ഡിക്രീസ് ചെയ്യും. അതായത് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യും. സാധാരണ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്തോറും ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു വരും. കാരണം എന്താ വെച്ചാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസിനെ ഇന്നർ ഷെല്ലിലെ ഇലക്ട്രോൺസ് സ്ക്രീൻ ചെയ്യും. അതിനാണ് നമ്മൾ സ്ക്രീനിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൈസ് കാര്യമായിട്ട് ആറ്റമിക് നമ്പർ കൂടുന്നതിന് സൈസ് കാര്യമായിട്ട് കുറയില്ല. ആസ് എ നാച്ചുറൽ ട്രെൻഡാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ്റെ കേസിൽ ഫോർ ഓഫ് സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഫില്ലപ്പ് ചെയ്യുന്നത്. അതൊരു ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലാണ്. അപ്പോൾ അതിൻ്റെ ഷീൽഡിങ് ഇഫക്റ്റ് പറഞ്ഞാൽ പുവറായിരിക്കും. അതുപോലെ തന്നെ ഫോർ ഓഫ് ഇലക്ട്രോൺസ് തമ്മിലുള്ള ഷീൽഡിങ് ഇഫക്റ്റും കുറവായിരിക്കും. കാരണം ഫോർ ഓഫ് സബ് ഷെല്ലിൻ്റെ ഷേപ്പ് ഡിഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ആ ഷേപ്പിനുള്ള ഒരു അപാകത മൂലവും അതുപോലെ തന്നെ അതുപോലെ തന്നെ പുവർ ഷീൽഡിങ് ഇഫക്റ്റ് കാരണം എന്തുണ്ടാവും? ഇലക്ട്രോൺസ് വിൽ എക്സ്പീരിയൻസ് ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ് വിൽ എക്സ്പീരിയൻസ് മോർ ന്യൂക്ലിയർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. അപ്പോൾ കൂടുതൽ ന്യൂക്ലിയസിന് അട്രാക്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സൈസ് അതുകൊണ്ട് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് നമ്പർ കൂടുമ്പോൾ സൈസ് കുറയുന്ന ഒരു ടെൻഡൻസിയാണ് കാണുന്നത്. അതിനാണ്